പത്തരമാറ്റ് സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ അവന്തികയുടെയും നവീൻ്റെയും കല്യാണം ഏകദേശം ഉറപ്പിച്ച മട്ടായി നിൽക്കുകയാണ്. നവീന് ഇതിലൊട്ടും തന്നെ താല്പര്യമില്ല. അവൻ്റെ മനസ്സ് നിറയെ നന്ദുവായിരിക്കും. പക്ഷേ അവന്തികക്ക് നവീനെ കെട്ടാൻ ഭയങ്കര താല്പര്യമാണ്. അവൾ അച്ഛൻ നാഗേന്ദ്രനോട് വരെ ഈ ഒരു കാര്യം പറയുന്നുണ്ട്. നവീനേട്ടനെ എനിക്ക് അത്രയധികം ഇഷ്ടമാണച്ചാ, പുള്ളിക്കാരൻ ആള് ഭയങ്കര മിടുക്കനാണെന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. അവൾ അങ്ങനെ സ്വപ്നലോകത്തായിരിക്കും. ഇതേ സമയം അനിക്ക് ഉള്ളിലൊരു സന്തോഷമുണ്ട്. നവീനും അവന്തികയും തമ്മിൽ വിവാഹം നടന്നാൽ നന്ദുവിനെ തനിക്ക് സ്വന്തമാക്കാമല്ലോ എന്ന് ചിന്തിച്ചിട്ട്. അതുകൊണ്ട് അനി അവന്തികയെ പ്രോത്സാഹിപ്പിക്കും. നവീനെ നീ ഒരിക്കലും വിട്ടുകളരുത് അവന്തികയെ, ഇടയ്ക്കിടയ്ക്ക് അവനെ വിളിച്ചിട്ട് നീ വശത്താക്കണമെന്നൊക്കെ പറയും. എന്നാൽ നവീൻ ഈ ചതികളൊക്കെ തിരിച്ചറിയുന്ന ആ ഒരു ഘട്ടത്തിലേക്കാണ് കാര്യങ്ങളൊക്കെ പിന്നീട് പോകുന്നത്. അനിയും നന്ദുവും ചേർന്നുകൊണ്ട് തന്നെ പറ്റിക്കുകയായിരുന്നുവെന്നും അനിയും നന്ദുവും തമ്മിൽ ഇഷ്ടത്തിലാണെന്നുമുള്ള ആ ഒരു സത്യമെല്ലാം തന്നെ നവീൻ അറിയുമ്പോൾ ആകെ തകർന്നു പോവാണ്. അനിയെ അവൻ വെല്ലുവിളിക്കുന്നുണ്ട്. അവർക്കിടയിൽ വലിയൊരു ശത്രുത തന്നെ ഉടലെടുക്കും. അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വമ്പൻ ട്വിസ്റ്റ് നിറഞ്ഞ ക്ലൈമാക്സ് തന്നെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പൊക്കെ തന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവന്തിക നവീനെ സ്വപ്നം കണ്ടിരിക്കുമ്പോൾ ജലജ വന്ന് ചോദിക്കുന്നുണ്ട്, എന്താണ് നീ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത് എന്ന്. അന്നേരം അവന്തിക തൻ്റെ സംശയം പ്രകടിപ്പിച്ചു. അതല്ലമ്മേ, നവീനേട്ടന് ഈ ബന്ധത്തിൽ താല്പര്യമുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട്. ജലജ ഉടനെ തന്നെ കതിർത്തു. അതെന്താണ് നീ അങ്ങനെ ചോദിച്ചത്? അവർക്ക് താല്പര്യമുള്ളത് കൊണ്ടല്ലേ ഇങ്ങോട്ടേക്ക് ആലോചിച്ചു വന്നത്? അവന്തിക വിട്ടില്ല. അല്ല, അന്നത്തെ ആ ഒരു മുഖഭാവം കണ്ടപ്പോൾ എനിക്കെന്തോ അങ്ങനെ തോന്നി. ജലജ അവളെ ഉപദേശിക്കാണ്. ഇനി അവന് താല്പര്യമില്ലെങ്കിലും നീ അത് ഉണ്ടാക്കിയെടുക്കണം. ഇത്രയും നല്ലൊരു ബന്ധം ഇനി നിനക്ക് കിട്ടാനില്ല. മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ മുൻകൈ എടുത്ത് നടത്തുന്ന കല്യാണല്ലേ. നിനക്ക് ആ വീട്ടിൽ ഒരു രാജകുമാരിയെ പോലെ വാഴാം. ഇഷ്ടംപോലെ സ്വത്തുണ്ട് അവർക്ക്. അവൻ മിടുക്കനായ വക്കീലാണ്. അതുകൊണ്ട് തന്നെ അവനെ എങ്ങനെയെങ്കിലും നീ നിന്റെ വശത്താക്ക്. അവന്തികയും അതിന് സമ്മതിച്ചു. ശരിയാണമ്മേ, എനിക്ക് പണമൊന്നുമില്ല, ആള് മിടുക്കനായതുകൊണ്ടാണ് എനിക്കും ഇഷ്ടം തോന്നിയത് എന്ന് പറയുന്ന സമയത്തിന് ജലജ അവളെ നിർബന്ധിക്കുന്നുണ്ട്. എങ്കിൽ പിന്നെ നീ അവനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് സംസാരിക്ക്. പുറത്ത് എവിടെയെങ്കിലും വെച്ച് കാണ്. അങ്ങനെ അവൻ്റെ മനസ്സിൽ നീ എങ്ങനെയെങ്കിലും കയറിക്കൂടണം. നാണത്തോടെയും ചമ്മലോടെയും കൂടെ അവന്തിക നവീനെ വിളിക്കാൻ തീരുമാനിച്ചു. അവന്തിക വിളിക്കുമ്പോൾ നവീൻ ഫോൺ എടുത്തു. ആരാണെന്ന് മനസ്സിലായോ? ഞാനാണ് അവന്തിക, അവൾ പറഞ്ഞു. നവീൻ ഒട്ടും താല്പര്യമില്ലാതെയാണ് സംസാരിക്കുന്നത്. അവൻ്റെ മനസ്സിൽ നന്ദുവിനെ കുറിച്ചുള്ള ടെൻഷനായിരിക്കും. അവന്തിക ചോദിക്കുന്നുണ്ട്, നവീനേട്ടാ എനിക്കൊന്ന് കാണണം, സംസാരിക്കണം എന്നുണ്ട്. നവീനെ തിരിച്ചു ചോദിച്ചു. അതിനെന്താ, കാണാമല്ലോ. പക്ഷേ ഇപ്പം എന്തിനാ? അവന്തിക പറയുന്നുണ്ട്, നമ്മുടെ വിവാഹം ഉറപ്പിച്ചതല്ലേ. പക്ഷേ നമ്മൾ മനസ്സ് തുറന്ന് ഒന്നും സംസാരിച്ചില്ലല്ലോ. അന്ന് നവീനേട്ടൻ്റെ മുഖം കണ്ടപ്പോൾ എനിക്കെന്തോ വിഷമം തോന്നി. നവീൻ ഒരു വിധം കള്ളം പറഞ്ഞൊപ്പിച്ചു. അയ്യോ, അങ്ങനെയൊന്നുമില്ല അവന്തികയെ, പെട്ടെന്നൊരു പെണ്ണ് കാണലിനെ കൊണ്ടിരുത്തിയപ്പോൾ ആ ഉണ്ടായ ജാളിത മാത്രമാണത്. അവന്തിക്കത് കേട്ടപ്പോൾ ആശ്വാസമായി. ഭാഗ്യം, ഞാൻ വിചാരിച്ചു വേറെ ആരുടെങ്കിലും ഇഷ്ടമുണ്ടോ എന്നൊക്കെ. നവീൻ്റെ മനസ്സിലോർത്തു, നീ പറയുന്നത് ശരിയാണ്, എനിക്ക് നന്ദുവിനെയാണ് ഇഷ്ടം. അവളെ മാത്രമേ എനിക്ക് കല്യാണം കഴിക്കാൻ കഴിയൂ. പക്ഷേ ഇപ്പോൾ ഫോണിലൂടെ ഇത് പറഞ്ഞാൽ ശരിയാവില്ല, നേരിട്ട് കണ്ട് പറയണം. നവീൻ അവളോട് ചോദിക്കുന്നുണ്ട്, അവന്തിക എപ്പോഴാണ് ഫ്രീ ആവുന്നത് എന്ന്. അവന്തിക പറയും, ഞാൻ എപ്പോഴും ഫ്രീ ആണ്, കമ്പനിയിൽ ജസ്റ്റ് ഒന്ന് പോയി വന്നാൽ മാത്രം മതി. അവർ അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ച് കാണാൻ തീരുമാനിച്ചു. ഇതിനിടയിൽ കനകദുർഗ ആ വീട്ടിലെ ഹോം നേഴ്സിനോട് വഴക്കുണ്ടാക്കുകയാണ്. എൻ്റെ മോളെ നോക്കാൻ വന്നതാണോ നീ, അതോ ചതിക്കാൻ ആരെങ്കിലും വിട്ടതാണോ എന്നൊക്കെ എനിക്ക് സംശയമുണ്ട് എന്ന് കനക ആക്ഷേപിച്ചു. ഹോം നേഴ്സ് എലിസബത്ത് പ്രതികരിച്ചു, ഞാൻ അത്രക്കാരിയൊന്നുമല്ല, എന്നോട് വഴക്കിന് വരരുത്. നയന അങ്ങോട്ടേക്ക് വന്ന് കനകയെ ശകാരിക്കാണ്. അമ്മ എന്തിനാ എപ്പോഴും ആൻറ്റി ഇങ്ങനെ പറയുന്നത്? ദാമുവേട്ടൻ വിശ്വസ്തനായ ആളുകളെ മാത്രമേ ഇങ്ങോട്ടേക്ക് എത്തിക്കോളൂ. എനിക്ക് ആൻറ്റിയുടെ രീതികളെല്ലാം ഇഷ്ടമാണ്. അമ്മ വീട്ടിൽ പോയിട്ട് അച്ഛൻ്റെ കാര്യം നോക്ക്. കനകദുർഗ പരിഭവിച്ചു കൊണ്ട് തന്നെ അവിടെ നിന്നും പോയി. എലിസബത്ത് നയനയോട് പറഞ്ഞു, മോളുടെ അമ്മ കുറച്ച് കൂടുതലാണ് കേട്ടോ. അനന്തപുരിയിലെ കുഞ്ഞായതുകൊണ്ട് മാത്രമാണ് ഞാൻ ക്ഷമിക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ കേസ് കൊടുത്തേനെ. എനിക്കും ഒരു അന്തസ്സുണ്ട്. നയന എലിസബത്തിനെ ആശ്വസിപ്പിച്ചു. അങ്ങനെ അവിടെ തന്നെ പിടിച്ചു നിർത്തുകയാണ്. അപ്പുറത്ത് മുത്തശ്ശനും മുത്തശ്ശിയും കല്യാണ വിശേഷങ്ങൾ പങ്കുവെക്കുകയാണ്. നയനയും ആദർശം കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ നന്നായേനെ എന്ന് മുത്തശ്ശി പറഞ്ഞപ്പോൾ കല്യാണത്തിന് മുൻപ് അവർ തിരിച്ചു വരണമെന്ന് മുത്തശ്ശൻ ഉറപ്പ് നൽകി. അവന്തിക അച്ഛൻ നാഗേന്ദ്രനെ കാണാൻ ചെന്നു. എന്താ മോളെ, നിന്റെ നവീൻ വിളിച്ചോ? അദ്ദേഹം ചോദിച്ചു. അവന്തിക പറയുന്നുണ്ട്, ഇല്ല അച്ഛാ, ഞാൻ അങ്ങോട്ടേക്ക് വിളിച്ചു. അമ്മ പറഞ്ഞു തന്ന തന്ത്രമാണത്. നാഗേന്ദ്രൻ പറയുന്നുണ്ട്, നിന്റെ അമ്മക്ക് പണം ഉള്ളെടുത്ത് പിടിച്ചു കയറാൻ അറിയാം. പക്ഷേ ഞാൻ അന്വേഷിച്ചു, ആ പയ്യൻ നല്ലവനാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനും സമ്മതിച്ചത്. അവന്തിക തൻ്റെ സംശയങ്ങൾ അച്ഛനോട് പറഞ്ഞു. നാഗേന്ദ്രൻ അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എൻ്റെ മോളെ ഇഷ്ടപ്പെടാത്തവരായി ആരുണ്ട്? ഇനി അവന് മറ്റാരെങ്കിലും ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ പോലും ഈ അച്ഛൻ അതിന് സമ്മതിക്കില്ല. നിന്റെ കല്യാണം അവനുമായിട്ട് തന്നെ ഞാൻ നടത്തും. സന്തോഷത്തോടു കൂടി തന്നെ അവന്തിക നവീനെ കാണാൻ റെസ്റ്റോറൻറ്റിലേക്ക് പോയി. ഇതേ സമയം അനി നന്ദുവിനെ കണ്ട് നവീൻ്റെ കല്യാണം ഉറപ്പിച്ച കാര്യം പറയാണ്. നന്ദു പറയുന്നുണ്ട്, നവീനേട്ടൻ എന്നോട് എല്ലാം പറഞ്ഞിരുന്നു. പക്ഷേ അവന്തികയുടെ അമ്മയുടെ സ്വഭാവത്തെക്കുറിച്ച് അദ്ദേഹത്തിന് നല്ല ആശങ്കയുണ്ട്. അനി ചോദിച്ചു, വേറെ ആരുണ്ടെങ്കിലും ഇഷ്ടമുള്ള കാര്യം പറഞ്ഞോ എന്ന്.
നന്ദു പറയുന്നുണ്ട്. ഇല്ല. അത് കേട്ടപ്പോൾ അനിക്ക് സമാധാനമായി. പക്ഷേ അനി മനസ്സിൽ കരുതി, എടി പാവമേ, അവൻ്റെ ഉള്ളിൽ നീയല്ലേ, ഇത് ഞാൻ എങ്ങനെ നിന്നോട് പറയും? റെസ്റ്റോറൻറ്റിൽ വെച്ച് അവന്തികയും നവീനും കാണുന്നു. നവീൻ എത്തിയത് വൈകിയാണ്. അവന്തിക വീണ്ടും ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടോ എന്ന്. നവീൻ നന്ദുവിൻ്റെ കാര്യം പറയണമെന്ന് കരുതിയെങ്കിലും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധമോർത്തുകൊണ്ട് തന്നെ തൽക്കാലം അതങ്ങ് അടങ്ങി. നമ്മൾ തമ്മിൽ കുറേ കാലമായി അറിയാവുന്നതല്ലേ, നിന്റെ വീട്ടിൽ ചിലരുടെ സ്വഭാവം അറിയാം, പക്ഷേ അത് നമ്മളെ ബാധിക്കില്ലല്ലോ എന്ന് പറഞ്ഞ് നവീൻ സംസാരം അങ്ങ് അവസാനിപ്പിച്ചു. അവന്തികക്ക് നവീനോടുള്ള ഇഷ്ടം അങ്ങ് കൂടി. എന്നാൽ നവീൻ ആകെ ടെൻഷനിലാണ്. അവൻ അനിയെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഈ കല്യാണം വേണ്ട അനി, നന്ദുവിനെ ഇഷ്ടമാണെന്ന് നീ അവളോട് പറയണം. അനി ഒഴിഞ്ഞു മാറിയപ്പോൾ നവീൻ അങ്ങ് ദേഷ്യപ്പെട്ടു. നീ ഒന്നും ഒരു കൂട്ടുകാരനല്ല, ഞാൻ തന്നെ നന്ദുവിനോട് എല്ലാം പറയാമെന്ന് പറയും. ഇത് കേട്ട് അനി പേടിച്ചു. നവീൻ നന്ദുവിനെ ബീച്ചിലേക്ക് വിളിപ്പിക്കുന്നു. അനി അവർക്ക് പിന്നാലെ രഹസ്യമായി ചെന്നു. ബീച്ചിൽ വെച്ച് നന്ദു നവീനോട് ചോദിക്കുന്നുണ്ട്, എന്താ നവീനേട്ടാ ഇത്ര അത്യാവശ്യം? നവീൻ തുറന്നു പറഞ്ഞു, എനിക്ക് അവന്തിക്ക് കെട്ടാൻ ഒട്ടും തന്നെ താല്പര്യമില്ല നന്ദു, എനിക്കിഷ്ടം നിന്നെയാണ്. അത് കേട്ടതോടു കൂടി തന്നെ നന്ദു ആകെ ഞെട്ടിപ്പോയി. അനി ഇത്രയും കാലം ഇതൊന്നും നിന്നോട് പറഞ്ഞില്ലേ എന്ന് നവീൻ ചോദിച്ചപ്പോൾ നന്ദു പറഞ്ഞു, ഇല്ല നവീനേട്ടാ, അനി എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. സത്യത്തിൽ അനിയും ഞാനും തമ്മിൽ ഇഷ്ടത്തിലാണ്. വീട്ടുകാർ സമ്മതിക്കാത്തത് കൊണ്ടാണ് കല്യാണം നടക്കാത്തത് എന്ന് പറയും. ഈ സത്യം തിരിച്ചറിഞ്ഞ നവീൻ ആകെ തകർന്നു പോയി. ഇത്രയും കാലം തൻ്റെ കൂടെ നടന്ന് അനി തന്നെ ചതിക്കുമായിരുന്നുവെന്ന് അവൻ മനസ്സിലാക്കി. അപ്പോഴേക്കും അനി അങ്ങോട്ടേക്ക് വരികയാണ്. നവീൻ അവൻ്റെ ഷർട്ടിനങ്ങ് കുത്തിപ്പിടിച്ച് പൊട്ടിത്തെറിക്കുകയാണ്. എടാ ദുഷ്ട, നീ എന്നെ ഇത്ര കാലം ചതിക്കുമായിരുന്നുവല്ലേ? നിനക്ക് നന്ദുവിനെ ഇഷ്ടമാണെങ്കിൽ നീ അതെന്താ എന്നോട് പറയാത്തത്? നിനക്കതെന്നോട് പറയാമായിരുന്നില്ലേ? എന്നെ നീ വെറും പൊട്ടനാക്കി. നമ്മുടെ സൗഹൃദത്തിന് ഇത്ര വിലയല്ലേ നീ കൽപ്പിച്ചതുള്ളൂ അല്ലേ? നവീന് ഒരുപാടങ്ങ് ദേഷ്യം വന്നിട്ട് അനിയോട് ഒരുപാടങ്ങ് സംസാരിച്ചതിന് ശേഷം അവിടെ നിന്നങ്ങ് പോവാണ്. ഇതേ സമയം നന്ദുവും അനിയും സങ്കടത്തോടു കൂടി തന്നെ പരസ്പരം നോക്കി നിന്നു. ഇനി അവരുടെ ജീവിതം വലിയൊരു ശത്രുതയിലേക്കാണ് പോകുന്നത്. നവീൻ ദേഷ്യപ്പെട്ട് ബീച്ചിൽ നിന്ന് നടന്നു നീങ്ങുമ്പോൾ അനി ആകെ തളർന്നുപോയി. നന്ദുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു. അനി, നമ്മൾ എന്തിനാ നവീനേട്ടനോട് ഈ ഒരു രഹസ്യം മറച്ചു വെച്ചത്? നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് നവീനേട്ടനോട് ആദ്യമേ തന്നെ പറയണമായിരുന്നു. പുള്ളിക്ക് നമ്മളെ അത്രമാത്രം വിശ്വാസമായിരുന്നു. നന്ദു വിതുമ്പലോട് കൂടി ചോദിച്ചു. അനി ഒന്നും മിണ്ടിയില്ല. അവൻ്റെ ഉള്ളിൽ കുറ്റബോധം നീറുന്നുണ്ടായിരുന്നു. നവീൻ നേരെ പോയത് തൻ്റെ ഓഫീസിലേക്കല്ല, മറിച്ച് കടൽ തീരത്തെ വിജലമായ ഒരിടത്തേക്കാണ്. അവിടെ ഇരുന്നു കൊണ്ട് അവൻ ഒരുപാട് ആലോചിച്ചു. സ്നേഹിച്ച പെണ്ണും വിശ്വസിച്ച കൂട്ടുകാരനും ഒരുപോലെ തന്നെ വഞ്ചിച്ചു. ഇനി അവന്തികയുമായിട്ടുള്ള തൻ്റെ വിവാഹം നടന്നു കഴിഞ്ഞാൽ തൻ്റെ ജീവിതം നശിക്കുകയുള്ളൂ. പക്ഷേ മുത്തശ്ശന് കൊടുത്ത വാക്ക് എങ്ങനെ താൻ ഇനി മാറ്റും? ഇതേ സമയം നാഗേന്ദ്രൻ്റെ വീട്ടിൽ അവന്തിക കല്യാണ വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുന്ന തിരക്കിലാണ്. അവൾക്ക് നവീനെ അത്രമാത്രം ഇഷ്ടമാണ്. എന്നാൽ നവീൻ്റെ ഉള്ളിലെ കനലൊന്നും അവൾ അറിഞ്ഞിരുന്നില്ല. പിറ്റേന്ന് രാവിലെ നവീൻ അനിയെ കാണാൻ വേണ്ടിയിട്ട് അവൻ്റെ വീട്ടിലേക്കെത്തി. നവീനിൻ്റെ മുഖത്തെ ആ ഒരു ഗൗരവം കണ്ട് അനി പേടിച്ചു പോയി. അനി, എനിക്ക് നിന്നോടിപ്പോൾ യാതൊരുവിധ ശത്രുതയുമില്ല. പക്ഷേ ഞാനൊരു കാര്യം ഉറപ്പിച്ചു. നന്ദുവിനെ നീ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നീ അവളെ തന്നെ വിവാഹം കഴിക്കണം. എനിക്ക് അവന്തികയെ കെട്ടാനൊന്നും പറ്റില്ല, നവീൻ തറപ്പിച്ചു പറഞ്ഞു. പക്ഷേ കാര്യങ്ങൾ അത്രമാത്രം എളുപ്പമൊന്നും ആയിരുന്നില്ല. ജലജയും നാഗേന്ദ്രനും ഈ വിവാഹത്തിനായി വലിയ ഒരുക്കങ്ങൾ തന്നെ നടത്തി കഴിഞ്ഞിരുന്നു. സത്യങ്ങൾ പുറത്തു വന്നാൽ നന്ദുവിൻ്റെയും അനിയുടെയും പ്രണയം വീട്ടുകാർ അംഗീകരിക്കില്ല എന്ന് ഉറപ്പായിരുന്നു. നവീൻ ഒരു തന്ത്രം മെനഞ്ഞു. വിവാഹ നിശ്ചയത്തിൻ്റെ അന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ നന്ദുവിനോടുള്ള ഇഷ്ടം പരസ്യമായി തന്നെ നിഷേധിക്കാനും പകരം അനിയും നന്ദുവും തമ്മിലുള്ള ആ ഒരു ബന്ധം വെളിപ്പെടുത്താനും അവൻ തീരുമാനിച്ചു. തൻ്റെ പ്രണയം ത്യാഗം ചെയ്താലും തൻ്റെ സുഹൃത്തിന് അവളുടെ പ്രണയം കിട്ടണം എന്ന് അവൻ ആഗ്രഹിച്ചു. നിശ്ചയിച്ച ദിവസം എല്ലാവരും കൂടി ഒത്തുകൂടി. മോതിരം മാറാൻ നേരത്ത് നവീൻ മൈക്കങ്ങ് കയ്യിലെടുത്തു. എല്ലാവരും അമ്പരന്നു. നവീൻ പറയുന്നുണ്ട്, ഈ വിവാഹം ഒരിക്കലും നടക്കില്ല. കാരണം അവന്തികക്ക് അർഹതപ്പെട്ട സ്നേഹം നൽകാൻ എനിക്ക് കഴിയില്ല. എൻ്റെ സുഹൃത്ത് അനിയെയും നന്ദുവിനെയും ഒരുപോലെ തന്നെ സത്യസന്ധമായി സ്നേഹിക്കാൻ എനിക്ക് പഠിക്കണം. സദസ്സിൽ വലിയൊരു ബഹളമായി. നാഗേന്ദ്രൻ ദേഷ്യപ്പെട്ടങ്ങ് മുന്നോട്ട് വന്നു. പക്ഷേ നവീൻ ശാന്തനായിരുന്നു. അവൻ അനിയുടെയും നന്ദുവിൻ്റെയും കൈകളങ്ങ് ചേർത്ത് വെച്ചു. അവന്തിക ആകെ തകർന്നുപോയി. അവൾ സങ്കടം കൊണ്ട് അവിടെ നിന്നും ഓടിപ്പോയി. ജലജ നവീനെ ശപിച്ചു. എന്നാൽ മുത്തശ്ശൻ മാത്രം അങ്ങ് പുഞ്ചിരിച്ചു. നീ ചെയ്തതാണ് ശരി നവീൻ. മനസ്സില്ലാത്ത വിവാഹത്തേക്കാൾ നല്ലത് സത്യം വിളിച്ചു പറയുന്നത് തന്നെയാണ്. മുത്തശ്ശൻ അവനെ ചേർത്ത് പിടിച്ചു. നവീൻ ഒറ്റക്കായി പോയെങ്കിലും അവൻ്റെ ഉള്ളിൽ വലിയൊരു സമാധാനമുണ്ടായിരുന്നു. അനി നന്ദുവിനെ സ്വന്തമാക്കിയപ്പോൾ നവീൻ തൻ്റെ കരിയറിലും നീതിക്കും വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. സ്നേഹിച്ചവർക്ക് വേണ്ടി മാത്രം സ്വന്തം സന്തോഷം മാറ്റിവെച്ച നവീൻ ആ നാട്ടിലെ വലിയൊരു നായകനായി മാറി. അങ്ങനെ പത്തരമാറ്റിൽ ഇനി വരാൻ പോകുന്നത് നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.